ഹായ് കൂട്ടുകാരെ, ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നൊരു പാചക വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു. അതായത് ഇപ്പോൾ ഇവിടെ കടായിയിൽ ഞങ്ങൾ ഒരു എന്താ പറയുക, ഒരു മൈസൂർ പാവ ഉണ്ടാക്കുകയാണ്. മൈസൂർ പാവ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എത്രയാ കടലമാവ് എടുത്തിരിക്കുന്നതെന്ന് കണ്ടോ? 2.5 കപ്പ് കടലമാവിന് 5 ഗ്ലാസ് പഞ്ചസാര, ഒരു 1.25 ഗ്ലാസ് വെള്ളം. അതിലിതാ ഇങ്ങനെ നമ്മളിത് അടുപ്പത്ത് വെച്ച് ചെറിയ ഫ്ലെയിമിൽ, കണ്ടോ നിങ്ങൾ, ഈ ചെറിയ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ബാക്കി പറഞ്ഞേ കാണട്ടെ. ഹലോ പറ, ഹായ് പറ. ഹായ്. ഇതെൻ്റെ അമ്മൂമ്മയാണ്. എൻ്റെ ഏറ്റവും എന്താ പറയുക, എനിക്ക് മാർഗദർശിയായിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം എൻ്റെ കൂടെ നിന്ന് എൻ്റെ വഴികാട്ടിയാണ് എൻ്റെ അമ്മൂമ്മ. അപ്പം അമ്മൂമ്മ പറഞ്ഞേ, എന്തൊക്കെയാണ് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക്? ഇതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഈ കടലമാവ് അതിനകത്ത് ഇങ്ങനെ കുറേശ്ശെ ഇടണം, കട്ട തട്ടാതെ ഇടണം. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ചെറിയ തീയില്, മീഡിയത്തില്. ഓക്കെ. എന്നിട്ട് ഇടയ്ക്ക് എങ്ങാനും അടിയിൽ പിടിക്കുന്നു അങ്ങനെ വല്ല തോന്നുമ്പോ വെച്ചിരിക്കണം. നമ്മളൊരു വേറൊരു കടായിൽ കുറച്ച് എണ്ണ വെച്ചിരിക്കണം കേട്ടോ കൂട്ടുകാരെ. ഇതിനൊരു കണക്കെന്ന് പറയാൻ ഇല്ല. കൂടുതൽ കുറച്ചധികം കൂടിയാലും കുഴപ്പമില്ല എന്നാണ് അമ്മൂമ്മ പറയുന്നത്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണം. എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഈ പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ ഒഴിക്കണം. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര നെയ്യും പോകും. പക്ഷെ അവസാനം, അതായത് എണ്ണയും ഒരു ഗ്ലാസ് എണ്ണയ്ക്ക് അര ഗ്ലാസ് നെയ്യ്, അതാണ് കണക്ക് അല്ലേ അമ്മേ? അപ്പം അത് നമ്മൾ എന്ത് ചെയ്യും, അതിങ്ങനെ ഒഴിച്ചുകൊണ്ട് ചൂടാകുന്നതനുസരിച്ച് ഈ പഞ്ചസാര മിശ്രിതത്തിലേക്ക് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇത് വിട്ട് വരുന്നത് വരെ നമ്മൾ ഈ കടലമാവ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നല്ല പോലെ പതഞ്ഞ് അത് വേഗം. ഈ പഞ്ചസാര പാനിയിലും എണ്ണയിലുമാണ് ഇതിൻ്റെ വേവ് അല്ലേ അമ്മേ? അപ്പോൾ ഇത് നല്ലതുപോലെ ഇതായി വിട്ട് വരുമ്പോൾ, അത് ഏകദേശം പതഞ്ഞ് വരുമ്പോൾ നമുക്കറിയാം. അപ്പോഴേ ഇതിനെ പാകമാകുമ്പോൾ നമ്മളൊരു പ്ലേറ്റ് ഓൾറെഡി നെയ്യ് പുരട്ടി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മിശ്രിതത്തിനെ നമ്മൾ ഈ ഉണ്ടാക്കി വരുന്ന ഈ കടലമാവിൻ്റെയും പഞ്ചസാരയുടെയും എണ്ണയുടെയും മിശ്രിതം നമ്മൾ ചൂടോടെ തന്നെ ഈ പാത്രത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് നമ്മളത് ഒന്ന് കട്ടിയാകുമ്പോൾ നമ്മളതിനെ മുറിച്ച് നമുക്ക് ഏത് ആകൃതിയിൽ വേണോ മുറിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഇത്രയും പറഞ്ഞതിന് വളരെയധികം നന്ദി, നമസ്കാരം. ഇനി നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം തൽക്കാലം ഞങ്ങൾ ഇനി ഇടയ്ക്ക് വെച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒന്നുകൂടി കാണിച്ചു തരാം പാകമാകുമ്പോൾ. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ കടലമാവ് 2.5 ഗ്ലാസ് കടലമാവ് ഈ മിശ്രിതത്തിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. അതിങ്ങനെ ഓരോ സമയത്ത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത്. അത് കണ്ടോ കൂട്ടുകാരെ, ഇത് പതഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ അടിയിൽ പിടിക്കാതെയാണ് നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നതനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പാകം മനസ്സിലാകും. ആ പാകമാകുമ്പോൾ ഞാൻ നിങ്ങളെ ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഏകദേശം എത്രത്തോളം ആയമ്മേ? ഒരു 50% വർക്കായോ? ഇനിയും 50% കൂടി ആയിട്ടില്ല, ഇനിയും ആകാനുണ്ട്. അപ്പം നിങ്ങൾ അത്രയും നേരം ഇത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആയിട്ടില്ല, പക്ഷേ ഏകദേശം ഇതാ നമ്മൾ കട്ടിയായിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ആദ്യം നമ്മൾ വെള്ളം പോലെ ഉണ്ടായിരുന്നു. ഇത് അമ്മൂമ്മ അടുത്ത സെറ്റ് എണ്ണ ഒഴിച്ചു. ചൂടായ എണ്ണ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് ഒഴിച്ചുകൊണ്ടിരിക്കണം. ഇത് അമ്മായി ഇടയിൽ കൂടി വന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, ഞാൻ വീഡിയോ എടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിക്കണം. അതായത് ഒരു ഗ്ലാസ് എണ്ണയ്ക്ക് 1 ഗ്ലാസ് നെയ്യെന്നാണ്. സോറി, അങ്ങനെയല്ലല്ലോ. 1 ഗ്ലാസ് നെയ്ക്ക് 1 ഗ്ലാസ് എണ്ണ. കട്ടിംഗ് പ്രോസസ്സ് തുടങ്ങിയിരിക്കുന്നു. ചൂടോടെ ആ മിശ്രിതം നമ്മൾ ഒഴിച്ചു. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഡയമണ്ട് ഷേപ്പിലേക്ക് കട്ടാക്കി
ആ ചൂടോടുകൂടി തന്നെ നമ്മളത് വരഞ്ഞ് വെച്ചാലേ അത് പിന്നെ നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. പഞ്ചസാര പാവായതുകൊണ്ട് അത് ആറിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് മുറിക്കാൻ പറ്റത്തില്ല. കണ്ടോ? ആ കണ്ടോ? 1 2 2 3 എവിടെ? 3 ആ കണ്ടോ? കണ്ടോ? 5. മൈസൂർ പാവ് റെഡി. നന്നായിട്ടില്ലേ? നന്നായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും. ഇത് കണ്ട, ഇതിനെ മുറിച്ച് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, സംഭവം റെഡിയായി. അപ്പോൾ എല്ലാവരും വന്നോളൂ, മൈസൂർ പാവ് കഴിക്കാം. ഓക്കെ, സീ യു ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.